എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 21 വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടും. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയവും കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കാനുള്ളത്. ഡിഗ്രി അഡ്മിഷൻ കിട്ടണമെങ്കിൽ +2 എത്ര പെർസെൻറ്റേജ് വേണം? വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 21 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒഫീഷ്യലി പുറത്തുവിടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ജൂൺ ആദ്യ വാരത്തിൽ തന്നെ എന്തു ചെയ്യും? കേരളത്തിലെ വിവിധ സർവകലാശാലകൾ, കേരളത്തിലെ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? ഡിഗ്രിക്കുള്ള ക്വാളിഫിക്കേഷനാണ് +2 എന്ന് പറയുന്നത്. +2 ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് ഡിഗ്രിയിൽ പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ എനിക്ക് ഡിഗ്രി പഠിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് കോളേജിൽ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കണമെങ്കിൽ എത്രത്തോളം പെർസെൻറ്റേജ് ആണ് ഞാൻ നേടേണ്ടി വരുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സാധാരണഗതിയിൽ ഡിഗ്രികൾക്ക് വേണ്ടി കേരളത്തിൽ നിയുക്തപ്പെട്ടിരിക്കുന്ന റെഗുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ കോളേജുകളിൽ പോയി പഠിക്കുന്ന 4 യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലുള്ളത്. ഒന്ന് കേരള യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല എന്ന് പറയും. 2 കണ്ണൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ സർവകലാശാല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് സർവകലാശാല. MG യൂണിവേഴ്സിറ്റി, അതായത് MG സർവകലാശാല. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി സർവകലാശാല എന്നൊക്കെ പറയും. എന്നിങ്ങനെ 4 യൂണിവേഴ്സിറ്റീസാണ് കേരളത്തിലുള്ളത്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റികളാണ്, കേരള ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ഇഷ്ടം പോലെ ഗവൺമെൻറ് കോളേജുകളൊക്കെ ഉണ്ട്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ വലിയ പ്രശസ്തി നേടിയൊരു കോളേജാണ് തലശ്ശേരി ഭരണൻ കോളേജ്, പയ്യന്നൂർ കോളേജ്, കാസർഗോഡ് വിദ്യാനഗർ കോളേജ് എന്ന പോലെയൊക്കെ. ഈ പറഞ്ഞതെല്ലാം ഗവൺമെൻറ്റാണ്. അതിൽ പയ്യന്നൂർ മാത്രം എയ്ഡാണ്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് കാണും? ഞാൻ ഈ പറഞ്ഞ കോളേജിലെല്ലാം നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എബവ് 80% അതിന് മേലേക്കൊക്കെ നിങ്ങൾക്ക് വേണം. 90, 99 ഉള്ളവരാണ് ആദ്യം കിട്ടുക. ബട്ട് നിങ്ങൾക്കൊരു തേർഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനിലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കോളേജുകളിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മിനിമം ഒരു 80%, 85% ഒക്കെ വേണം. കാരണം ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളെപ്പോലെ +2 കഴിഞ്ഞ് ഈ വർഷം ഡിഗ്രിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പം ഞാൻ അഡ്മിഷൻ കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എനിക്കുള്ള 77% മാർക്കാണ്. എനിക്ക് പറയുന്നതിന് വേണ്ടിയില്ല, 77% മാർക്കായിരുന്നു എനിക്കുണ്ടായത്. എനിക്ക് ആദ്യം കിട്ടിയത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലായിരുന്നു. ആദ്യത്തെ 2 അലോട്ട്മെൻറ്റ് ഉള്ളു. 1ാം അലോട്ട്മെൻറ്റ് വന്നപ്പം ഒരു സെൽഫ് ഫിനാൻസ് കിട്ടി, 2ാം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മറ്റൊരു സെൽഫ് ഫിനാൻസിൽ കിട്ടി. അത് കഴിഞ്ഞ് 3ാം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മാറിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഒരു സെൽഫ് ഫിനാൻസിൽ പോയി സീറ്റ് അഡ്മിഷൻ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷൻ വിളിച്ചപ്പോൾ ഞാനൊരു ഗവൺമെൻറ് കോളേജിൽ കൊണ്ടുപോയി കൊടുത്തു. അത് 2 ഗവൺമെൻറ് കോളേജും ഒരു എയ്ഡഡ് കോളേജിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, അവിടെ കൊണ്ട് കൊടുത്തു. എനിക്ക് എന്ത് ചെയ്തു? സ്പോട്ടിലാണ് എന്ത് ചെയ്തത്? ഗവൺമെൻറ് കോളേജിൽ എനിക്കൊരു സീറ്റ് കിട്ടുന്നത്, BA എക്കണോമിക്സിന് എനിക്ക് എന്ത് ചെയ്യുന്നത്? സീറ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വർഷം വരുന്ന അഡ്മിഷൻ്റെ അളവ് പോലിരിക്കും ഓരോ വിദ്യാർത്ഥിക്ക് സീറ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. എനിക്ക് എന്തോ ദൈവാനുഗ്രഹം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും ലക്ക് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എങ്ങനെയും എന്ത് ചെയ്തതാണ് 77 എന്ത് ചെയ്തതാണ് കയറാറാണ്. ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയപ്പം എന്നോട് അവിടെ ഉണ്ടായിരുന്നൊരു സാറ് പറഞ്ഞാണ്, നിനക്കിവിടെ സീറ്റ് കിട്ടിയത് ഭാഗ്യമാണ്. കാരണം 77% മാർക്കുള്ളൊരു കുട്ടിക്ക് ഒരു ഡിഗ്രി ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. കാരണം
77% മാർക്കുള്ള കുട്ടികളൊന്നും ഒരിക്കലും ഗവൺമെൻറ് കോളേജിൽ കയറാറില്ല. 77 ഒരിക്കലും ഒരു ഗവൺമെൻറ് കോളേജിൽ കയറാറില്ല. നിനക്കിവിടെ സീറ്റ് കിട്ടിയത് ഭാഗ്യമാണെന്നാണ് എന്നോട് മാഷ് പറഞ്ഞത്. അത് എനിക്ക് ശരിയാണെന്ന് തോന്നിയതിന് കാരണം ഞാൻ വിവിധ അലോട്ട്മെൻറ്റ്, 1ാം അലോട്ട്മെൻറ്റ്, 2ാം അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒക്കെ കടന്നു പോകുമ്പോൾ എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. എത്ര വരെ റാങ്ക് ഉള്ളവരാണ് ജനറൽ കാറ്റഗറിയിൽ, SC ST, പിന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ കയറിയതൊന്ന് റാങ്ക് ലിസ്റ്റ് കാണും. അപ്പം നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറിയിൽ അവസാനമായിട്ട് കയറിയൊരു വിദ്യാർത്ഥി ഏതാണ്. ഇപ്പം ഞാൻ ജനറൽ കാറ്റഗറിയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ എല്ലാ അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ നോക്കും. ജനറൽ കാറ്റഗറിയിൽ എനിക്ക് 77% മാർക്കുണ്ട്. ഞാൻ കൊടുത്ത കോളേജുകളിൽ ജനറൽ കാറ്റഗറിയിൽ അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ് നോക്കുമ്പോൾ കണ്ണ് തള്ളിപ്പോകുന്ന അവസ്ഥയാണ്. കാരണം എന്താണ്, എനിക്ക് 77. 1ാം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഏറ്റവും ഞാൻ കൊടുത്ത കോളേജുകളിലൊക്കെ കയറിയത് വെറും 96 97 ഉള്ളവരാണ്. 2ാം അലോട്ട്മെൻറ്റ് വന്നപ്പോഴും വലിയ വ്യത്യാസമില്ല. 3ാം അലോട്ട്മെൻറ്റ് വന്നപ്പോഴാണ് 92, കുറച്ച് ശമനം വന്നത്. പിന്നെ അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ 77 എനിക്കൊന്നും കിട്ടുകയില്ലെന്ന്. ലാസ്റ്റ് എന്ത് ചെയ്തു, സ്പോട്ടിന് കൊണ്ട് കൊടുത്തു. ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്തു, സീറ്റ് കിട്ടി. എന്നോട് ആ കോളേജിലെ മാഷ് പറഞ്ഞ പോലെ തന്നെ 77 ഒരിക്കലും അലോട്ട്മെൻറ്റ് കിട്ടാറില്ല എന്നാണ് ഞാൻ പഠിക്കുന്ന കോളേജിലെ ഒരു മാഷ് എന്നോട് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, +2-ൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, +2-ൽ നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രിക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ പറ്റൂ. സെൽഫ് ഫിനാൻസിൽ പഠിക്കണേ അങ്ങനെയല്ല. സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജുകളാണ്. നിങ്ങൾ പൈസ 10,000 20,000 30,000 ഒക്കെ ഡൊണേഷനും ഒക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ നേടുന്നത്. അന്നേരം മാർക്ക് ഒരു വിഷയമല്ല, നിങ്ങളുടെ കയ്യിൽ പൈസയ്ക്ക് അളവുപോലിരിക്കും. എനിക്കറിയാം ഭൂരിപക്ഷം വിദ്യാർത്ഥികളും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കൊന്നും അതുമാതിരി പണമൊന്നും കാണില്ല. അങ്ങനെ വരുമ്പോൾ ഇവർ ചോദിക്കുന്ന രീതിയിലുള്ള പണങ്ങൾ കൊടുക്കാൻ കാണില്ല. അപ്പം വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ വാട്ടെവർ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗവൺമെൻറ് കോളേജിലൊക്കെ സീറ്റ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 80% എങ്കിലും മാർക്ക് വേണം. എന്നോട് പറഞ്ഞ 77 ലക്കിൽ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. എന്തോ ലോട്ടറി കൊണ്ട് അവിടെ വേറെ ആരും, എൻ്റെ 77 മേലെയുള്ള വേറെ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയതാണ്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി പറയുമ്പോൾ നിങ്ങളൊരു 80%, ഒരു 85% ഒക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചോ. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഡിഗ്രി പഠനം ഒരു ഗവൺമെൻറ് കോളേജിൽ, എനിക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പഠനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റൂ. മാർക്കെടുത്ത് നല്ല പെർസെൻറ്റേജ് എടുത്തേ പറ്റൂ. കാരണം ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.